വ്യഭിചരിച്ചയാളുടെ മക്കൾ വ്യഭിചാരിയാകുമെന്ന് കേട്ടിരുന്നു. ഇനി ഞാൻ അങ്ങനെ ഇസ്തിഗ്ഫാർ ചെല്ലിയാൽ പോലും എൻ്റെ മക്കൾ അങ്ങനെയായി പോകുമോ എന്നുള്ളൊരു ആശങ്കയാണ് ഒരു ശ്രോതാവ് ടെക്സ്റ്റ് മെസ്സേജിലൂടെ നമ്മൾ അറിയിച്ചിട്ടുള്ളത്. അവരെ ദീനീ സ്ഥാപനങ്ങളിലൊക്കെ അവർ ചേർത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു അറിവ് ആദ്യം കിട്ടിയത് കൊണ്ട് അങ്ങനെ ആയി പോകുമെന്നുള്ള ആശങ്കയിലാണ് ശ്രോതാവുള്ളത്. ഇവിടെ നമ്മുടെ ബഹുമാന്യ ചോദ്യകർത്താവ് അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹു അദ്ദേഹത്തിന് ഒരു ഇഫത്തുള്ള പാതിവൃത്യമുള്ള ഒരു പരിശുദ്ധ ജീവിതം, ശിഷ്ടജീവിതം കനിയുമാറാവട്ടെ. വീഴ്ചകൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. എല്ലാ നന്മകളിലേക്കും അള്ളാഹു സുബ്ഹാനഹു തആല ഉദവിയും തുറവിയും നൽകുമാറാവട്ടെ. വ്യഭിചാരം വലിയ കടുത്ത കുറ്റാണ്. അടിസ്ഥാന കുറ്റങ്ങളിൽ എണ്ണപ്പെടുന്നതാണ് വ്യഭിചാരം. വലാ തഖ്റബുസ്സിന എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. വ്യഭിചാരത്തോട് അടുക്കരുത് എന്ന്, വ്യഭിചരിക്കരുത് എന്നല്ല, അതിൻ്റെ ആ അരികത്തേക്ക് പോകരുത് എന്ന് വരെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റം വളരെ കടുത്തതാണ്. അത് ബിലാശക്ക്. ദുനിയാവിൽ ശിക്ഷ, മരിച്ചാൽ ബർസഖിൽ ശിക്ഷ, പരലോകത്തും വലിയ ശിക്ഷ. അതാണ് വ്യഭിചാരിക്കുള്ളത്. ദുനിയാവിൽ ഇസ്ലാമിക ശിക്ഷാ കോടതി നിലവിലുണ്ടെങ്കിൽ, ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമാണ് എങ്കിൽ അവിടെ വ്യഭിചാരി ശിക്ഷിക്കപ്പെടും. വിവാഹിതനാണ് വ്യഭിചരിച്ചതെങ്കിൽ അവന് വധശിക്ഷയ്ക്ക് വിധേയനാണ്, അവൻ പശ്ചാത്തപിച്ചിട്ടില്ല എങ്കിൽ. ഇനി അവിവാഹിതനാണ് എങ്കിൽ അവനെ 100 അടി ശിക്ഷ, അതേപോലെ തന്നെ നാടുകടത്തൽ, ജയിൽ ജീവിതം അവന് പറഞ്ഞതാണ്. സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തൽ, അതാണ് അതിൻ്റെ വിഷയം. അത്ര കടുത്ത ശിക്ഷയാണ് ദുനിയാവിൽ തന്നെ. പിന്നെ ഖബറിൽ ചെന്ന് ജീവിക്കുമ്പോൾ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഒരു വിഭാഗം ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത് അവർ അടിഭാഗം വിശാലവും മുകൾ ഭാഗം ഇടുങ്ങിയതുമായ ഒരു തെന്നൂറിൽ വിവസ്ത്രനായിട്ട് ശിക്ഷിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകളെ കണ്ടു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. തീനാളങ്ങൾ അവരെ ആ തെന്നൂറിൻ്റെ മുകളിലേക്ക് ഉയർത്തുകയും അതിൽ നിന്ന് അവർ പുറത്തു ചാടുമെന്ന് കാണുമ്പോൾ തീനാളങ്ങൾ അണയുകയും അവർ അതിൽ തന്നെ വീഴ്ത്തപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ അല്ലാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. വളരെ ജുഗുപ്സാവഹമായ ഹീനമായ ഒരു രംഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് ഇവർ എന്ന് ചോദിക്കുമ്പോൾ അതിന് മലക്കുകളുടെ പ്രതികരണം അസ്സുനാത്തു വസ്സവാനി, വ്യഭിചരിച്ച ആണുങ്ങളും പെണ്ണുങ്ങളുമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഖബറിൽ അത് ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരേക്കും അങ്ങനെ ആ ശിക്ഷ തുടരും എന്നുള്ളതൊക്കെ ഹദീസിൻ്റെ പ്രയോഗങ്ങളിൽ കാണാം. സമുറ ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന വലിയൊരു ഹദീസിൻ്റെ ഭാഗമാണത്. പിന്നെ പരലോകത്ത് വ്യഭിചരിക്കുന്നവരുടെ ശിക്ഷ അല്ലാഹു കാക്കട്ടെ. നഊദു ബില്ലാഹ്. അപ്പോൾ അത് വ്യഭിചാരം വലിയ കുറ്റമാണ്. നമ്മൾ പശ്ചാത്തപിക്കേണ്ട, ഖേദിച്ച് മടങ്ങേണ്ട കുറ്റം. ഇവിടെ ചോദ്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ആഫിയത്ത് തരുമാറാവട്ടെ. പക്ഷേ ഏതൊരു കുറ്റവും മനുഷ്യ സഹജമായിട്ട് മനുഷ്യരിൽ നിന്ന് വന്നു പോകും. പക്ഷേ കുറ്റത്തിൽ ഷടിക്കുക, അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് വലിയ കുറ്റം. എന്നാൽ ഒരാൾ തൻ്റെ കുറ്റം മനസ്സിലാക്കി, തെറ്റ് മനസ്സിലാക്കി പശ്ചാത്തപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തായിബു മിന ദംബി കമല്ലാ ദംബ ലഹു, പശ്ചാത്തപിച്ചവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. അതുകൊണ്ടാണ് മാഇസ് ബിൻ മാലിക്കുൽ അസ്ലമി, അതേപോലെ തന്നെ അൽ ഗാമിദിയ, ഈ ഇവരുടെയൊക്കെ വിഷയത്തിൽ നമ്മൾ വായിക്കുന്ന ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗാമിദിയ എന്ന് പറയുന്ന മഹദിയെക്കുറിച്ച് പറഞ്ഞില്ലേ, ലഖദ് താബ തൗബതൻ, ആ മഹദി ഒരു തൗബ ചെയ്തിട്ടുണ്ട്. ആ തൗബ ലൗ ഉസിയ അലാ 70 മിൻ അഹ്ലിൽ മദീന ലവസിഅതുഹും എന്നാണ്. അവരുടെ തൗബ മദീനയിൽ അന്ന് ജീവിക്കുന്ന 70 പേർക്ക് വീതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് മതിയാകും, തൗബയായി എന്ന് പറയണം. ഒരാളുടെ തൗബ 70 ആളുകൾക്ക് തൗബയാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്ര വലിയൊരു തൗബയാണ് അവർ ചെയ്തതെന്നാണ് പറഞ്ഞത് ഗാമിദിയെക്കുറിച്ച്. അതേപോലെ തന്നെ മാഇസ് ബിൻ മാലിക് അൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നേരെ ശിക്ഷ നടത്തിയപ്പോൾ, രക്തം തെറിച്ചപ്പോൾ അദ്ദേഹത്തെ ശകാരിച്ച സഹാബി റസൂലുള്ളാഹി ഗുണദോഷിച്ചു, ആക്ഷേപിച്ചു, കുറ്റപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ തൗബയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രശംസിച്ച് പറഞ്ഞു. അതൊക്കെ നമ്മൾ വായിക്കണം മാഇസ് റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ. അപ്പോൾ മനുഷ്യ സഹജമായിട്ട് എന്തെങ്കിലും ഇത്തരം അപരാധങ്ങൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദീനിൽ അവരെ എന്നേക്കുമായി ശിക്ഷക്കോ നരകത്തിനോ തീരെ എഴുതുന്ന ദീനല്ല നമ്മുടെ ദീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവർക്കും അവസരം നിശ്ചയിക്കുന്ന, അവർക്കും നന്നാകാനുള്ള വേദി ഒരുക്കുന്ന, അവരെ നന്മയിലേക്ക്, കൂടുതൽ നന്മയിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ദീനാണ്. അവരുടെ മുമ്പിൽ
എന്നേക്കുമായിട്ട് പിന്നെ കൂച്ചുവിലങ്ങ് തീർത്ത് അവർക്ക് ഇനിയൊരു പ്രതീക്ഷയില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന ദീനല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ആളുകൾ വന്നിട്ട് ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കൂടുതൽ നന്മയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയും അതിനുള്ള അവസരങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽപ്പെട്ടതാണ് ഒരു സഹാബി ഒരു തെറ്റ് ചെയ്തു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാനിങ്ങനെ ഇന്നി അസബ്തു ഹദ്ദൻ ഫഅഖിംഹു അലയ്യ, ഞാനൊരു തെറ്റ് ചെയ്തു അതുകൊണ്ട് നിങ്ങളെന്നെ ശിക്ഷിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ വരുന്നത്. ഇന്നി അസബ്തു ഹദ്ദൻ, അതായത് പിന്നെ ഒന്നുകിൽ എറിഞ്ഞുകൊല്ലൽ അല്ലെങ്കിൽ 100 അടി നാടുകടത്തൽ ശിക്ഷ അർഹിക്കുന്നൊരു കുറ്റം ഞാൻ ചെയ്തു, അതാണ് അസബ്തു ഹദ്ദൻ. ഫഅഖിംഹു അലയ്യ, അതുകൊണ്ട് ആ ശിക്ഷ നിങ്ങൾ എന്നിൽ നടപ്പിലാക്കൂ എന്നാണ് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളിൽ നിന്ന് മുഖം തിരിക്കുകയാണ്. അയാൾ 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അപ്പുറം ഇപ്പുറമൊക്കെ വന്നിട്ട് പറയുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പിന്നെ കേട്ട മാതിരിയല്ലാതെ അദ്ദേഹത്തെ വിഗണിക്കുകയാണ്. പിന്നെ അദ്ദേഹം 4മതും വന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾ 4 തവണ ഒരു തെറ്റ് ഇഖ്റാർ ചെയ്യല്ലേ, അംഗീകരിക്കല്ലേ. അപ്പോൾ റസൂൽ അദ്ദേഹത്തെ കേൾക്കുകയാണ്. എന്നിട്ട് റസൂൽ പറയുകയാണ്, നിങ്ങൾ വുളു ചെയ്തല്ലേ വീട്ടിൽ നിന്ന് വന്നത്, നിങ്ങൾ വന്നിട്ട് നമ്മുടെ കൂടെ ഈ മസ്ജിദിൽ ഈ നിസ്കാരത്തിൽ പങ്കെടുത്തില്ലേ, നിങ്ങൾ നിസ്കരിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ഒരു ആയത്ത് ഓതി കൊടുക്കുകയാണ്. അഖിമി സ്വലാത്ത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത് എന്ന ആയത്ത് ഓതി കൊടുത്തിട്ട് അദ്ദേഹത്തോട് പിന്നെ പോകാൻ പറഞ്ഞു. കാരണം ദീൻ ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ശിക്ഷയിലൂടെ അല്ലെങ്കിൽ ബോധവൽക്കരണത്തിലൂടെ ഈ ഒരു മനസ്താപവും സൃഷ്ടജീവിതം നന്നാക്കലുമാണ്. ഇനി ഒരിക്കലും ഞാനൊരു തെറ്റിലേക്കില്ല എന്ന രീതിയിൽ ഒരു മനുഷ്യൻ തന്നെ നന്നാക്കിയിട്ടുണ്ടെങ്കിൽ, മനസ്സാന്തരത്തിന് വിധേയനാക്കിയിട്ടുണ്ടെങ്കിൽ, അയാൾ സ്ഫുടം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ മനുഷ്യൻ്റെ പിന്നാലെ ടോർച്ചടിച്ച് നടക്കേണ്ട കാര്യമില്ല. അയാൾക്ക് ആ നല്ല ജീവിതത്തിന് അയാൾ പ്രതിജ്ഞ ചെയ്ത സ്ഥിതിക്ക് അതിനുള്ള അവസരത്തെ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇസ്ലാം. ഇസ്ലാം തങ്ങൾ അതാണ് അവിടെ ചെയ്തത്. ഇവിടെ നമ്മുടെ ബഹുമാന്യ ചോദ്യകർത്താവിനോടും നമ്മൾ അൽഹംദുലില്ലാ വീഴ്ച മനസ്സിലാക്കി ഒരു സൃഷ്ടജീവിതം നന്നായി കൊണ്ടുപോകാൻ അള്ളാഹിനോട് പ്രതിജ്ഞയെടുത്ത് ഇനി ആ നല്ല വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ആ വേദി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് തുറന്നു വെച്ചതാണ്. ആ വഴിയേ പോവുക, ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ഇനി അതിൽ നമ്മൾ നീണ്ടതില്ല. ഇത്തരം ഒരു വസ്വാസുകളിലേക്ക് പോകേണ്ട കാര്യമില്ല, അത് ശൈത്താൻ്റെ പണിയാണ്. അല്ലേ, കുട്ടികളൊക്കെ ഇനി അതേപോലെ ആകോ, അതൊരു പിന്നെ അസ്ഥാനത്തുള്ളൊരു വിഷയമാണ് നമ്മുടെ ദീനിൽ. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെയും പാപഭാരം മറ്റൊരാളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹിപ്പിക്കില്ല. അത് നമ്മുടെ ദീനിൻ്റെ അടിസ്ഥാനമാണ്. അല്ലാ തസിറു വാസിറത്തും വിസറ ഉഖ്റ, ഒരാളുടെയും പാപഭാരം മറ്റൊരാൾ വഹിക്കേണ്ടി വരില്ല എന്നുള്ളത്. വാപ്പാർ തെറ്റ് ചെയ്ത് വിചാരിച്ചിട്ട് മക്കൾ എന്ത് വയച്ച്, മാതാക്കൾ തെറ്റ് ചെയ്ത് വിചാരിച്ചിട്ട് മക്കൾ എന്ത് വയച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരാളുടെയും പാപക്കറ മറ്റൊരാളിൽ ചാർത്തൂല്ല, അത് വഹിപ്പിക്കൂല. അത് നമ്മുടെ ലാ യജ്നി ജാനുൻ ഇല്ല അലാ നഫ്സിഹി, ഒരു കുറ്റവാളിയും തൻ്റെ കുറ്റഭാരം താനല്ലാതെ വേറൊരാൾ വഹിക്കൂല. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ നാഥൻ്റെ നീതിയുടെ വിധിയും തേട്ടവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിമാനാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ തെറ്റ് ചെയ്തു, അതിനാൽ അതിൻ്റെ പാപഭാരം മറ്റൊരാളിലേക്ക് വഹിപ്പിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ സുന്നത്തല്ല, ചര്യയല്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയിലേക്ക് ചേർക്കുന്ന ഒരു കവിത ഉണ്ട്. അസ്സിന ഇന്ന സിന ദൈനുൻ ഇൻ അദ്ദൈതഹു, സിന വ്യഭിചാരം എന്ന് പറഞ്ഞെങ്കിൽ ദൈനുൻ അതൊരു കടമാണ്. ഇൻ അദ്ദൈതഹു, ആ കടം നീ നൽകിയിട്ടുണ്ട് എങ്കിൽ ഇന്നൽ വഫ ഫയക്കൂനുൽ വഫ അല അഹ്ലി ബൈത്തിക ഫഅലമി, എൻ്റെ ഓർമ്മയിലെ കവിത വരുന്നില്ല. ഏതായാലും സിന ദൈൻ അതൊരു കടാണ്. ആ കടം നീ നൽകിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ വഫ, കടം വീട്ടൽ നിൻ്റെ കുടുംബത്തിന് നേരെയായിരിക്കും. ഫഅലമി, അതുകൊണ്ട് നീ ഓർത്തോ എന്നുള്ളതാണ് ഇമാം ഷാഫിയിലേക്ക് ചേർക്കപ്പെടുന്ന കവിതയിലുള്ളത്. അത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനാണ്, അദ്ദേഹം ദാർശനികനാണ്, ആലിമാണ്, ഇമാമാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ എന്നാലും ഈ കവിത അദ്ദേഹത്തിലേക്ക്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയിലേക്ക് ചേർക്കുന്ന പല കവിതകളും അദ്ദേഹത്തിൻ്റേത് അല്ല, പലതും. എന്നാലും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ കവിയാണ്. അദ്ദേഹത്തിന് ദീവാൻ കവിതാ സമാഹാരമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് പ്രസിദ്ധമായ പല കവിതകളും അദ്ദേഹത്തിൻ്റേതല്ല എന്നാണ് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇനി ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നബിയൊന്നുമല്ല, അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു വീക്ഷണ എതിരായി വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും സ്വാഭാവികമാണ്
അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ ഒരാൾ ചെയ്ത തെറ്റിന് അതിൻ്റെ പാപക്കറയും ഭാരവും മറ്റൊരാളിലേക്ക് ഏൽപ്പിക്കുക എന്നുള്ളത് ഉണ്ടാവില്ല. അത് അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമല്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതാണത്. അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ എന്നുള്ളത്. അവലം യുനബ്ബ ബിമാ ഫീ സുഹ്ഫി മൂസ വ ഇബ്രാഹിം അല്ലദീ വഫ അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ എന്ന് തുടങ്ങി അള്ളാഹു പറഞ്ഞില്ല. അത് വിശുദ്ധ ഖുർആനിൽ വേറെയും പിന്നെ ഇതിന് സമാനമായിട്ടുള്ള ആയത്തുകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ ചോദ്യകർത്താവ് ഒരിക്കലും അതിൻ്റെ പേരിൽ തങ്ങളുടെ ഇന്നലകളിൽ വന്ന ഒരു തെറ്റ് അതിൻ്റെ ആ പാപക്കറ പിൽക്കാലങ്ങളിൽ മക്കളിൽ പേരമക്കളിൽ തുടരുക എന്നുള്ളത് അങ്ങനെ അതൊരിക്കലും വിചാരിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അങ്ങനെ ഒരു അനീതി വരുന്നവനല്ല. അല്ലാഹു അലം.